ഇപ്പോഴത്തെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം വാസ്തുദോഷമോ? നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ വഴിതെറ്റിപ്പോകുന്ന യുവതലമുറ, അതിൻ്റെ കാരണം വാസ്തുദോഷമോ? ഒരു വ്യക്തി ജീവിക്കുന്ന വീട് ഐശ്വര്യപൂർണ്ണമല്ല എങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പലവിധ ദോഷ ദുരിതങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു വീടിൻ്റെ ഐശ്വര്യവും അഭിമാനവും ഭാവിയുടെ വാഗ്ദാനങ്ങളായ ആ കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണ്. എല്ലാ പ്രതീക്ഷയും അവരിലാണ്. എന്നാൽ ഇന്നത്തെ യുവതലമുറ കൂടുതലും വഴിതെറ്റിപ്പോകുന്നതായി കണ്ടുവരുന്നു. അതിനുള്ള പ്രധാന കാരണങ്ങൾ വാസ്തുദോഷമാണോ? വാസ്തുദോഷങ്ങളിൽ പ്രധാന ദോഷമായ ദിക്മൂഢദോഷം. ദിക്മൂഢദോഷത്തെപ്പറ്റി നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാലും ഒന്നുകൂടെ അത് പറയാം. വീട് നിർമ്മിക്കേണ്ടത് പ്രധാനമായും 4 മഹാദിക്കുകളെ അടിസ്ഥാനമാക്കി വേണം. 90 ഡിഗ്രി ഈസ്റ്റ്, 180 ഡിഗ്രി 180 ഡിഗ്രി സൗത്ത്, 270 ഡിഗ്രി വെസ്റ്റ്, 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി നോർത്ത്. അപ്പോൾ നമ്മൾ ഒരു വീട് നിർമ്മിക്കുന്നത് പ്രധാനമായും ഒരു ദിക്കിനെ അടിസ്ഥാനമാക്കി വേണം. എന്നാൽ റോഡിൻ്റെ ദിശ അനുസരിച്ചോ വീടിന് കൂടുതൽ ഭംഗി വരാൻ വേണ്ടിയോ ചെറിയ വീട് നിർമ്മിക്കുമ്പോഴോ ഒക്കെ ഈ ദിക്കിന് വളരെ പ്രാധാന്യം കൊടുക്കാതെ വീടിൻ്റെ ഭംഗിക്കനുസരിച്ചും വസ്തുവിൻ്റെ നിലവിലെ കിടപ്പിനനുസരിച്ചുമൊക്കെയാണ് വീട് നിർമ്മിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ വീടിന് ഒരു പരിധിയിൽ കൂടുതൽ ചരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ചരിവുകൾ ഉണ്ടാകുന്നതിനെ ദിക്മൂഢം എന്നാണ് പറയുന്നത്. അങ്ങനെ ദിക്മൂഢം സംഭവിച്ച വീടുകളിൽ താമസിക്കുന്നവർക്ക് കുലനാശം സംഭവിക്കും എന്നാണ്. അത് കൂടുതലായി സ്വാധീനിക്കുന്നത് ആ കുടുംബത്തിൻ്റെ അനന്തരാവകാശികളായി മാറേണ്ട യുവതലമുറകളെയാണ്, കുട്ടികളെയാണ്. അത് അവരെ വളരെ മോശമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവർ വഴിതെറ്റി പോകുന്നതിന് കാരണം ഒരു പരിധിവരെ ഈ ദിക്മൂഢദോഷം അല്ലെങ്കിൽ ചരിവ് കൂടുതലുള്ള വീടുകളിൽ താമസിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾ മദ്യമയക്കുമരുന്നുകളോട് അടിമപ്പെടുകയും പഠനത്തിൽ താല്പര്യമില്ലാതെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ താമസിക്കുന്ന വീട് എത്ര ഡിഗ്രി ചരിവ് കൂടുതലുണ്ട് എന്ന്, ദിക്കിൽ നിന്നും എത്ര ഡിഗ്രി വിദിക്കുകളിലേക്ക് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അതൊരു മാഗ്നറ്റിക് കോമ്പാസിൻ്റെ മൊബൈലിൽ അതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ വീടിൻ്റെ ചരിവ് എത്ര ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രധാനമായ ഒരു മഹാദിക്കിനെ അടിസ്ഥാനമാക്കിയാണോ ആ വീട് നിലനിൽക്കുന്നത് എന്ന് ഏതൊരാൾക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ച് ആ വീടിന് ഒരു പരിധിയിൽ കൂടുതൽ ചരിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ട പുരോഗതി ഉണ്ടാകുന്നതായി കണ്ടുവരുന്നില്ല. ആ വീട്ടിൽ നിരന്തരമായ മാനസിക സമ്മർദ്ദങ്ങളും കുടുംബ കലഹങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇതുപോലെ കുടുംബത്തിലെ അനന്തരാവകാശികളായി മാറേണ്ട, കുടുംബത്തിൻ്റെ നാഥന്മാരായി മാറേണ്ട, ദേശത്തിന് ഉപകാരപ്പെടേണ്ട യുവതലമുറ വഴിതെറ്റിപ്പോകുന്നതായും അകാല മൃത്യു സംഭവിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. പല അപകട മരണങ്ങളും വാഹന അപകടങ്ങളും നിരന്തരം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വീടുകളിലെ വീടിൻ്റെ ചരിവ് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ അതൊരു പരിധിയിൽ കൂടുതൽ ഉണ്ട് എന്ന് കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾ അനുസരണയില്ലാതെ ധിക്കാരികളായും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാതെയും തോന്നിവാസികളായി മാറുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. എത്രത്തോളം ജനറേഷൻ്റെ കൺസെപ്റ്റുകൾ പാരമ്പര്യങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വിട്ടുമാറുകയും അതിനെ നിഷേധിക്കുകയും നിഷേധാത്മക ചിന്താഗതിയോടുകൂടി വളർന്നു വരികയും ചെയ്ത് അവർ തന്നിഷ്ടക്കാരായി മാറുകയും അവരവരുടെ വ്യക്തിഗത ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു പ്രവണത. അപ്പോൾ ദിക്മൂഢെ കുലനാശം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ചരിഞ്ഞ വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾ അവർക്ക് ആ കുലം നശിപ്പിക്കുന്ന കുലനാശികളായി മാറുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ വീടിൻ്റെ ആ ചരിവ് അല്ലെങ്കിൽ ആ ദിക്മൂഢം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതിന് ഒരു പരിധിവരെ പരിഹാരമായി ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, അതിൽ പ്രധാനമായും അവർ ഉപയോഗിക്കുന്ന കട്ടിൽ. ഒരു ദിവസം ഒരു വ്യക്തി ഏകദേശം 5 മണിക്കൂറിന് കൂടുതൽ 5 മണിക്കൂർ 7 മണിക്കൂർ വരെയൊക്കെ ആ ബെഡിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. ആ ബെഡ് ആ കൃത്യമായ ഡയറക്ഷനിലേക്ക്, ഈസ്റ്റിലേക്കോ സൗത്തിലേക്കോ തല വരുന്ന രീതിയിൽ, അത് കൃത്യമായ ഡിഗ്രി അനുസരിച്ചായിരിക്കണം
അത് ആ ദിശയിലേക്ക് അത് കോമ്പസിൻ്റെ സഹായത്തോടുകൂടി കൃത്യമാക്കി ഇടുകയും അത് ആ ബെഡും അതോടൊപ്പം തന്നെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റഡി ടേബിളും കൃത്യമായ ദിശയിലേക്ക് കിഴക്ക് ദിക്കിലേക്ക് വരത്തക്ക രീതിയിൽ കൃത്യമായ ദിശ അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്ത് വരികയാണെങ്കിൽ അത് ക്രമേണ ആ കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും അവർ അവരുടെ അനിഷ്ട സ്വഭാവങ്ങൾ അല്ലെങ്കിൽ മോശ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ഉത്തമന്മാരായി മാറുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ചരിവ് കൂടുതലുള്ള വീടുകളിൽ അതിനേക പരിഹാരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ കൃത്യമായ ദിശയിലേക്ക് കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിലൂടെ ക്രമേണ ഇങ്ങനെയുള്ള കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അത് അവരെ പുരോഗതിയിലേക്ക് നയിക്കുവാനും കാരണമാകും. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പ്രത്യേകതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.